ബിസ്മില്ല അൽഹംദുലില്ല അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം നമ്മുടെ ഹൃദയമാണ്. ഒരാളുടെ വിശ്വാസം, ആ വിശ്വാസത്തിനനുസരിച്ച് അവൻ്റെ ഹൃദയത്തിൽ നിന്നും വരുന്ന പ്രവർത്തനങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത്. നമ്മൾ ആദ്യം നന്നാക്കേണ്ടത് നമ്മുടെ ഹൃദയത്തെയാണ്. കാരണം ഹൃദയം നന്നായി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം മുഴുവൻ നന്നായി എന്നാണ് ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് കാണാം, ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്അ, അറിയുക, മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സ്വലഹൽ ജസദ് കുല്ലു, ആ മാംസപിണ്ഡം അത് നന്നായി കഴിഞ്ഞാൽ അവൻ്റെ ബോഡി, അവൻ്റെ ശരീരം മുഴുവൻ നന്നായി. വൈദ ഫസദത്ത്, എന്നാൽ ആ മാംസപിണ്ഡമെങ്ങാനും മോശമായി കഴിഞ്ഞാൽ ഫസദ ജസദ് കുല്ലു, അവൻ്റെ ശരീരം, അവൻ്റെ ബോഡി മുഴുവനും മോശമായി. അല, നിങ്ങൾ അറിയണം, വഹിയൽ ഖൽബ്, അത് അവൻ്റെ കൽബത്രേ. പ്രിയമുള്ളവരെ, നമ്മൾ സാധാരണ പറയാറുണ്ട്, അവന് പുറമേ സംസാരം അങ്ങനെയാണെങ്കിലും അവൻ്റെ പ്രവർത്തനം അങ്ങനെയാണെങ്കിലും അവൻ്റെ കൽബ് നല്ലതാണ്. അങ്ങനെയല്ല. ഒരാളുടെ കൽബ് എത്രത്തോളം നല്ലതാകുന്നുവോ അള്ളാഹുമായിട്ടുള്ള ബന്ധം, അവൻ്റെ ഇഖ്ലാസ്, അവൻ്റെ ഈമാൻ, പരലോകബോധം, അതേപോലെ തന്നെ പരലോകത്തുള്ള വിചാരണ, അത്തരം കാര്യങ്ങളെല്ലാം ഒരു മനുഷ്യൻ്റെ കൽബിൽ എത്രമാത്രം രൂഢമൂലമാകുന്നുവോ അത്രമാത്രം അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ പ്രവർത്തനത്തിൽ, അവൻ്റെ സംസാരത്തിൽ, അവൻ്റെ കുടുംബജീവിതത്തിൽ, അവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ രംഗങ്ങളിലും കാണും എന്നതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള ആ കൽബ് നന്നായി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം, അവൻ്റെ പ്രകടനം, അവൻ്റെ മൊത്തം നന്നായി എന്ന് ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ, ആ രൂപത്തിലേക്ക് വളരാനും ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.